ഇസ്രയേലുമായി സംഘർഷം നിലനിൽക്കവേ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകട മരണത്തിൽ ദുരൂഹതയേറുകയാണ്. ഹെലികോപ്റ്റർ തകർന്നു വീണതിന് പിന്നിൽ ഇസ്രയേലിന് പങ്കുണ്ടോ എന്ന ചോദ്യമാണ് നാലു ഭാഗത്തു നിന്നും ഉയരുന്നത്. ഇറാന്റെ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ജനറൽമാരായ മുഹമ്മദ് റിസ സഹേദിയും മുഹമ്മദ് ഹാദി റഹീമിയും കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. 120 ബാലിസ്റ്റിക് മിസൈലുകളും 170 ഡ്രോണുകളും 30 ക്രൂയിസ് മിസൈലുകളും ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തുവിട്ടു. ലക്ഷ്യത്തിലെത്തും മുമ്പേ ഈ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ സേന തകർക്കുകയായിരുന്നു. പകരം തിരിച്ചടിക്ക് ഇസ്രായേൽ കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ ഹെലികോപ്റ്റർ അപകടമുണ്ടായിരിക്കുന്നത്. തീവ്ര നിലപാടുകാരനായ റൈസി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമീനിയുടെ പിൻഗാമിയായാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. ഖമീനിയുടെ മാനസപുത്രനായി അറിയപ്പെട്ടിരുന്ന റൈസി പ്രസിഡന്റായി എത്തിയതോടെ ഇറാന്റെ പരിഷ്കരണ കാലത്തിനാണ് അന്ത്യമായത്. പ്രസിഡന്റ് ആവുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റൈസി മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നയാളുമാണ്. രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാനായി നിയമിതമായ സമിതിയിലെ റൈസിയുടെ അംഗത്വമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ച തിരഞ്ഞെടുപ്പിലാണ് റൈസി 62% വോട്ട് നേടി പ്രസിഡന്റ് ആവുന്നത്. 48.8% വോട്ടുകൾ മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഖമീനിയെ പോലെ പാശ്ചാത്യ രാജ്യശക്തികളുടെ കടുത്ത വിമർശകനായിരുന്നു റൈസി. റൈസിയുടെ വരവിന് വഴിയൊരുക്കാൻ സ്ഥാനാർത്ഥി നിർണയം തന്നെ അട്ടിമറിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. ബഹിഷ്കരണ ആഹ്വാനത്തെ തുടർന്ന് 5.9 കോടി വോട്ടർമാരിൽ പകുതിയോളം പേർ വിട്ടുനിൽക്കുകയായിരുന്നു. രേഖപ്പെടുത്തിയ 2.89 കോടി വോട്ടുകളിൽ 37 ലക്ഷം വോട്ടുകൾ അസാധുവാവുകയും ചെയ്തിരുന്നു. ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോഷം റൈസിയുടെ കാലത്ത് രൂക്ഷമായി. 2017 തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് തുടങ്ങിയ ജനരോഷത്തിന്റെ തുടർച്ചയായിരുന്നു റൈസിയുടെ കാലത്തും കണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന ആരോപണം റൈസിയുടെ ഭരണകാലം കേട്ടു. ഇറാന്റെ മത പോലീസിന്റെ കസ്റ്റഡിയിൽ മഹ്സ അമീനി മരിച്ചതിനെ തുടർന്നുണ്ടായ ജനമുന്നേറ്റം റൈസിയുടെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു. 500-ലേറെ പേരാണ് പ്രതിഷേധങ്ങളെ തുടർന്ന് കൊല്ലപ്പെട്ടത്. 7 പേരെ ഭരണകൂടം തൂക്കിലേറ്റുകയും ചെയ്തു. പ്രതിഷേധങ്ങളെ തുടർന്ന് മതകാര്യ പോലീസിനെ ഇറാൻ പിരിച്ചുവിട്ടിരുന്നു. വിവിധ നഗരങ്ങളിലെ പ്രോസിക്യൂട്ടറായി നിയമിതനായ റൈസി പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി. 1988 റൈസി രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാൻ നിയമിച്ച സമിതിയിൽ അംഗമാവുന്നത്. 2017 ഹസൻ റുഹാനിക്കെതിരെയാണ് ആദ്യമായി റൈസി മത്സരിച്ചിരുന്നത്. ഇറാനും 6 വൻശക്തികളുമായി ചേർന്നുണ്ടാക്കിയ ആണവ കരാറിലെ ശ്രദ്ധ നേടിയ റുഹാനി അന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കരാറിനെതിരെ കടുത്ത നിലപാടായിരുന്നു തീവ്രപക്ഷക്കാരനായ റൈസി എന്നെടുത്തിരുന്നത്. 2017 പരാജയത്തോടെ തന്നെ 2021 തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും റൈസി ആരംഭിച്ചിരുന്നു. 1983 മഷാദിലെ പ്രമുഖ മതപുരോഹിതനായ ഇമാം അഹമ്മദ് അൽമോൽ ഹോദയുടെ മകൾ ജമീല അൽമോൽ ഹോദയെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺകുട്ടികളുമുണ്ട്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.